നേരത്തെ പറഞ്ഞു ജന്തർ മന്ദറിൽ നിന്നടക്കം ഇവരെ ഒഴിപ്പിക്കുന്നുണ്ട്, ഒപ്പം തന്നെ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നുണ്ട്. പോലീസ് കൃത്യമായ നടപടിയുമായി ഇനി മുന്നോട്ട് പോവുകയാണ്, സംയമനം പാലിച്ചുകൊണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവരെ അവിടെ നിന്ന് മാറ്റുമ്പോൾ മറ്റൊരു വശത്ത് ഇവർ കൂട്ടം കൂടി കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇല്ലേ? ആ ഒരു സാഹചര്യത്തെ കൂടി മുൻകൂട്ടി കാണേണ്ടതല്ലേ? അപ്പോൾ പോലീസ് എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ വിഷയത്തിൽ? പോലീസ് ഈ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഡൽഹിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തത്. കാരണം ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പറയുകയും അവർ പ്രവർത്തകരോട് മറ്റ് ചില കേന്ദ്രങ്ങളിൽ എത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി പോലീസിന് ഇതിന് പിന്നിലുള്ള ആസൂത്രണം സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റിലും മാത്രമല്ലാതെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത്. കാരണം ഇവർ എവിടെയാണ് സമരം ചെയ്യുന്നതെന്നോ ഈ സമരത്തിന് മുൻകൂർ അനുമതിയോ ഒന്നും തേടിയിരുന്നില്ല. എന്നാൽ കൃത്യമായിട്ട് അവർ ഈ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും സമാജ്വാദി പാർട്ടിയെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മാർച്ചിനായിട്ട് ആളുകളെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അത് ജന്തർ മന്ദറിലോ പാർലമെന്റ് സ്ട്രീറ്റിലോ മാത്രമല്ല, അത് റെയ്സീന റോഡിലും റാഫി മാർഗിലും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസിന് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു അക്രമത്തിലേക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിൽ നടന്ന ഈ ഒരു പ്രതിഷേധം എത്താതിരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഒന്നുകിൽ സമരക്കാർ സ്വയം പിരിഞ്ഞു പോകണം, അതുമല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. തീർച്ചയായും എന്തായാലും രാജ്യതലസ്ഥാനത്ത് കനത്ത ആക്രമണമാണ് ഇന്ന് CJP അഴിച്ചുവിട്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാനായിരുന്നു നീക്കം. പോലീസിനെതിരെ കല്ലും ഇഷ്ടികയും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ഒരു രാജ്യതലസ്ഥാനത്തെ തന്നെ സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമായിരുന്നു CJP നടത്തിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ചില ശക്തികളുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുണ്ട്. അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഡൽഹി പോലീസ് കൃത്യമായ ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. നന്ദഗോപനിലേക്ക് കൂടി ജന്തർ മന്ദറിൽ നിന്നടക്കം ഈ പോലീസ് നടപടി തുടങ്ങിയപ്പോൾ പോലീസ് കൃത്യമായി സംയമനം പാലിക്കുകയായിരുന്നു മണിക്കൂറുകളോളം. പക്ഷേ പോലീസ് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ ആദർശിലേക്ക് ഒരിക്കൽ കൂടി ആദർശ്, ഇന്ന് ഈ ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജനങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള ഒരു അവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്കാണ് CJPയുടെ സമരം പോയിരുന്നത്. നമുക്കറിയാം രാജ്യതലസ്ഥാനമായതുകൊണ്ട് തന്നെ അവർ ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവർ, മെട്രോയെ ആശ്രയിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അതുപോലും ഈ പാറ്റാക്കൂട്ടം കണക്കിലെടുത്തില്ല എന്നുള്ളതാണ്. എല്ലാം മറന്നുകൊണ്ട് ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ ഡൽഹിയെ അത്തരത്തിൽ മാറ്റാനായിരുന്നു തന്ത്രം. ഇന്ന് അത്തരത്തിൽ ഈ മെട്രോ റെയിലൊക്കെ ചില മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നന്ദനിലേക്ക്. നന്ദൻ, എന്തായിരുന്നു ഇന്നവിടെ സംഭവിച്ചിരുന്നത്? ആ ഒരു ആകെ ചുരുക്കം. രാഖി, രാവിലെ 9 മണിക്ക് ഈ CJPയുടെ നേതൃത്വത്തിൽ, CJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഈ മാർച്ച് തടയുകയായിരുന്നു. പോലീസിന് നേർക്ക് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുവാൻ വേണ്ടി പ്രവർത്തകർ പലതവണ ശ്രമിച്ചു എന്നുള്ളതാണ്. പോലീസ് കൃത്യമായി സംയമനം പാലിച്ചു. കാര്യം വലിയൊരു ലാത്തി ചാർജിലേക്കോ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്കോ കടന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു വലിയ രീതിയിലുള്ള സ്റ്റാമ്പേഡ് പോലുള്ള വലിയൊരു ദുരന്തമായി മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ വലിയ ജനക്കൂട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം പോലീസിനെ നിരന്തരം പ്രകോപിപ്പിക്കുകയാണ് സമരക്കാരെ. പ്രത്യേകിച്ച് സമരക്കാരുടെ ലക്ഷ്യം തന്നെ ഒരു അക്രമം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അക്രമം സൃഷ്ടിച്ചാൽ മാത്രമേ ഈ ഒരു മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ, അറ്റൻഷൻ ഇവിടേക്ക് ലഭിക്കൂ എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഇതിനോടകം തന്നെ പല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഈ പ്രവർത്തകരെ, അണികളെ ഒക്കെ തന്നെ അവരെ പ്രകോപിതരാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. MABP, CPMയുടെ ജനറൽ സെക്രട്ടറി MAB
ബിബി രാവിലെ തന്നെ ഇവിടെ എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. പിന്നീട് ഓരോ നേതാക്കളായി പല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഓരോരുത്തരായി പല സമയങ്ങളിലായി ഇവിടെ എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. അതേസമയം പ്രകാശ് രാജ് അടക്കമുള്ളവർ രാവിലെ മുതൽ തന്നെ ഈ സമരമുഖത്ത് രംഗത്തുണ്ട്. ഈ പ്രവർത്തകരാകട്ടെ പലതവണ പോയും വന്നുമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് രാവിലെ ഉണ്ടായിരുന്ന പ്രവർത്തകർ പലതും പൊഴിഞ്ഞു പോയിട്ട് പിന്നീട് കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജന്തർ മന്ദിറിൽ മാത്രമല്ല, ഈ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തകർ ഈ CJPയുടെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നവർ തടിച്ചുകൂടി അക്രമങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. റാഫി മാർഗിൽ സമാനമായ രീതിയിൽ അക്രമം അഴിച്ചുവിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന് ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഇവർ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അക്രമങ്ങൾ അഴിച്ചുവിടാതെ ഇത്തരമൊരു സമരം അത് പൊതുരംഗത്തേക്ക് ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. മാധ്യമങ്ങൾക്ക് നേരെയും പല സമയങ്ങളിലും കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായി. മോദി മീഡിയയാണ് അല്ലെങ്കിൽ മോഡിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ ഇവിടെ അക്രമങ്ങൾ അഴിച്ചുവിടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. ഏതാണ്ട് പോലീസിന്റെ തക്ക സമയത്തുള്ള ഇടപെടൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിമാറേണ്ടിയിരുന്ന സംഭവങ്ങളൊക്കെ പോലീസിന്റെ ഈ ഒരു കൃത്യമായ ഇടപെടലിലൂടെ അത് നിർവീര്യമാക്കി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇപ്പോഴും അക്രമ സാധ്യതകൾ മങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഏത് സമയവും അക്രമം പൊട്ടിപ്പുറപ്പെടാം. അതിന് തയ്യാറായിട്ടാണ് ഈ CJP പ്രവർത്തകരെന്ന വ്യാജേനെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഇത്തരം ഗുണ്ടകളും മറ്റും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലീസ് തന്നെ ഈ പലരുടെയും മുഖങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ പരിശോധിച്ചും മറ്റും നേരത്തെ വിലയിരുത്തിയപ്പോൾ പല സംസ്ഥാനങ്ങളിലുമുള്ള ഗുണ്ടകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും പോലീസ് ഇവരെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്കും മറ്റും ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. ചില രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇതിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് ചില രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇവിടേക്ക് കടന്നു കയറി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാനും കൂടുതൽ അക്രമ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടാനും ഒക്കെ ശ്രമിക്കും എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവ നേരത്തെ ഈ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ധാരാളമായി ഇത്തരം ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒക്കെ ഇതിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് പല ഘട്ടങ്ങളിലും അക്രമങ്ങളിലേക്കൊക്കെ വഴിമാറുവാൻ വേണ്ടിയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. പ്രതികൂല കാലാവസ്ഥയുണ്ട്, മഴയുണ്ട് ഇടവിട്ട്. എന്നിരുന്നാൽ തന്നെയും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പോലീസ് കാര്യമായ ലാത്തി പ്രയോഗങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. സ്വയരക്ഷാർത്ഥം പോലീസിന് നേർക്ക് അക്രമങ്ങൾ ഉണ്ടായ ഒരു ഘട്ടത്തിൽ മാത്രം പോലീസ് ലാത്തി വീശുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദന മുറയിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. മുമ്പിൽ നിൽക്കുന്നത് RAF ആണ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് മുന്നിൽ, ദ്രുതകർമ്മ സേനയാണ് മുമ്പിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും അവരുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇത്തരം അക്രമങ്ങൾ ഉണ്ടായാൽ അവർ ലാത്തി കൊണ്ടും അല്ലാതെയും ഒക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമായി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ പരിശോധിച്ച് അല്ലെങ്കിൽ ചരിത്രത്തിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ കൃത്യമായ ഒരു സംയമനം പോലീസും RAFും ഒക്കെ പാലിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഡൽഹി പോലീസിന്റെ ഒരു ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതായത് പല ഘട്ടങ്ങളിലായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പല ഘട്ടങ്ങളിലായി പോലീസ് വിന്യാസവും നടത്തിയിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ കർമ്മനിരതരായി രംഗത്തുണ്ട്. കൂടുതൽ പോലീസ് വിന്യാസം പല ഘട്ടങ്ങളിലായി ഡൽഹി പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസിനെ സഹായിക്കാൻ CRPFും RAFും തന്നെ രംഗത്തും ഉണ്ടാകും. ഏതായാലും സായുധധാരികളാണ് പോലീസ്. പക്ഷേ അക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമങ്ങളെ നേരിടുവാൻ വേണ്ടി പോലീസ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് സംയമനം പാലിച്ച് കർമ്മനിരതരായി തന്നെ രംഗത്തുണ്ട്. എന്നാൽ സ്വയരക്ഷാർത്ഥം പലപ്പോഴും പോലീസിനെ ലാത്തി വീശേണ്ട അവസ്ഥയും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഡൽഹി കേരള ഹൗസിന് മുന്നിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങനെ അലയടിക്കുകയാണ്. പല ഭാഗങ്ങളിലായി ഈ CJP പ്രവർത്തകർ കൂടി നിൽക്കുന്നു. CJP പ്രവർത്തകർ എന്ന ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഈ CJPയുടെ ബാനറിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും CJP എന്നുള്ള പാർട്ടിക്ക് ഒരു സമരം വിജയിപ്പിക്കുവാനുള്ള അണികളോ ശേഷിയോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ അതായത് ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു സഹായം, ഒപ്പം തന്നെ ഗുണ്ടകളുടെ സഹായം, ഈ സമരത്തിലേക്കൊക്കെ അവർ തന്നെ നുഴഞ്ഞു കയറി അക്രമങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർ തന്നെ വലിയ സംഘർഷമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ടല്ലോ. അതായത്
ഞങ്ങളുടെ നേതാക്കൾ കസ്റ്റഡിയിലാണ്, ഞങ്ങളുടെ നേതാക്കളെ അവർ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ വരുത്തി തീർത്തൊരു വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത് അത് എന്താണ് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ടല്ലോ. അതായത് സത്യം തിരിച്ചറിയുക എന്നത് കൂടി വലിയ ഒരു വെല്ലുവിളിയായി മാറുകയല്ലേ ഈ ഘട്ടത്തിൽ? രാഖി, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ച എന്നുള്ളതായിരുന്നു. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായും അത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത ആദ്യമേ തന്നെ രാവിലെ തന്നെ പടച്ചുവിട്ടതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. എന്നാൽ അത്തരം വാർത്തകൾ വന്നതിൽ പിന്നാലെ തന്നെ കേന്ദ്രം അതിനെ നിരാകരിക്കുകയുണ്ടായി. അതായത് അക്രമം അഴിച്ചുവിടാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് BJP. അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ ഇവിടെ പ്രചരിച്ച കഥ മറ്റൊന്നായിരുന്നു. JP നദ്ദ ചർച്ചയ്ക്ക് വിളിച്ചു, പല മന്ത്രിമാരും രാജിവെക്കാൻ തയ്യാറാണ്. അങ്ങനെ വ്യാജ വാർത്തകളുടെ വലിയൊരു കൂമ്പാരം തന്നെയായിരുന്നു രാവിലെ തന്നെ ഇവിടെ പടച്ചുവിട്ടത്. കൃത്യമായി കേന്ദ്ര സർക്കാർ അതിനെ പൊളിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോഴും സമാനമായ രീതിയിൽ തങ്ങൾ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ തങ്ങളെ പോലീസ് ആക്രമിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പല കോണുകളിൽ നിന്നും പടച്ചുവിടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൽ യാഥാർത്ഥ്യങ്ങളില്ല എന്നുള്ളതാണ് പോലീസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരമാവധി സംയമനം പാലിച്ചാണ് പോലീസ് രംഗത്തുള്ളത്. കാര്യം ഈ പോലീസ് നോക്കിക്കാണുന്നത് ഇതൊരു വലിയ ലാത്തി ചാർജിലേക്കോ അല്ലെങ്കിൽ ഒരു ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്കോ ജലബീരങ്കി പ്രയോഗത്തിലേക്കോ മറ്റോ പോയാൽ അതിനെ പരമാവധി ഇത്തരം ആന്റി സോഷ്യൽ എലമെന്റ്സും രാഷ്ട്രവിരുദ്ധ ശക്തികളും പരമാവധി മുതലെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല വിദേശ മാധ്യമങ്ങളുണ്ട്, അവർ മറ്റൊരു തരത്തിൽ ഇതിനെ ചിത്രീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ലഭ്യമായിരിക്കുന്ന നിർദ്ദേശം പരമാവധി സംയമനം പാലിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അക്രമങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ മാത്രം പോലീസ് അതേ രീതിയിൽ ഇടപെടാൻ ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അല്ലാത്ത പക്ഷം പോലീസ് ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കുക മാത്രം ആണ് ഇപ്പോൾ നിലവിലുള്ളത്. പല സമയങ്ങളിലും അക്രമം പൊട്ടിപ്പുറപ്പെടാൻ പോകുമ്പോൾ ലാത്തി വീശുന്നു എന്നതിനപ്പുറത്തേക്ക് പോലീസ് ഇതുവരെയായിട്ടും കാര്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ പോലീസ് രാവിലെ മുതൽ തന്നെ അങ്ങനെ കാര്യമായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് മറ്റൊരു തരത്തിലുള്ള വാർത്തകളും മറ്റുമായിരുന്നു. അതായത് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് CJPയും അതേപോലെ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അതിനൊരു അവസരം പോലീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഡൽഹി പോലീസ് അക്കാര്യത്തിൽ കൃത്യമായി തന്നെ സംയമനം പാലിച്ച് ഈ സമരത്തെ നേരിടുവാൻ തന്നെ രംഗത്തുണ്ട്. ഒപ്പം തന്നെ CRPFന്റെ ജവാന്മാരാണേലും കൃത്യമായ സംയമനം പാലിച്ച് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവരും കർമ്മ രംഗത്തുള്ളത്. ഏതായാലും വലിയ തിരക്ക് ഈ ജന്തർ മന്ദിറിൽ അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്ക് എന്നത് ഈ പറയുന്ന രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തർപ്രദേശ്, ബീഹാർ, അതേപോലെ തന്നെ ഗുജറാത്ത്, പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങനെ പ്രതിപക്ഷ കക്ഷികളുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ പെടുന്നവർ ധാരാളമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു വലിയ ബാഹുല്യം ഇവിടെ കാണാൻ കഴിയുന്നു. അല്ലാതെ ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ളവരല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഡൽഹിയിലെ വിവിധ സർവകലാശാലകൾ, ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ JNU അടക്കമുള്ള സർവകലാശാലകളിൽ നിന്നും SFIയുടെ ആഹ്വാന പ്രകാരം നിരവധി വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ISA അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ആഹ്വാന പ്രകാരവും നിർദ്ദേശപ്രകാരമൊക്കെ ധാരാളമായി യുവജനങ്ങൾ ഇവിടേക്ക് ഈ സമരമുഖത്തേക്ക് എത്തുന്നുണ്ട്. ഏതായാലും അത്തരം സമരങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ പ്രതിഷേധം എന്ന പേരിൽ ജന്തർ മന്ദിറിൽ അവർ ഒത്തുകൂടിയിരിക്കുന്നത് അതിപ്പോഴും തെളിയുകയാണ്. അതേസമയം ഈ ഒരു പ്രതിഷേധം കാരണം പൊതുജനങ്ങൾ ധാരാളമായി ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകൾ ഇപ്പോൾ പട്ടേൽ ചൗക്ക് പോലുള്ള പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുമൊക്കെയുള്ള ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മെട്രോയിലൊക്കെ വ്യാപകമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒന്നാമത് മഴ പെയ്യുമ്പോൾ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതാണ്. ആ മഴയ്ക്ക് പുറമെയാണ് ഇത്തരത്തിൽ ഈ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം കൂടി നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് ഡൽഹിയുടെ പല മേഖലകളിലും അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലേക്കും ജനങ്ങൾക്കുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും നിഷേധിച്ച ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ സമരം എങ്ങനെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ പല ആവശ്യങ്ങൾ, അതായത് കൃത്യമായ ഒരു ആവശ്യത്തിൽ ഊന്നിയുള്ള സമരമൊന്നും അല്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടാണ് CJP ഇത്തരം ഒരു സമരത്തിലേക്ക് കടന്നത്. എന്നാൽ അത് കൃത്യമായ ആ വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുകയും പിന്നീട് പരീക്ഷ ഫലപ്രദമായി തന്നെ നടത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതാണ്. എന്നാൽ അതേ പ്രശ്നത്തിൽ ഇപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുവാൻ
ചെയ്യുവാൻ വേണ്ടി ഈ കക്ഷികൾക്ക് CJPക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരിഹാരമുണ്ടായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ CJP ഇത്തരം ഒരു പ്രതിഷേധം എന്ന പേരിലുള്ള കോലാഹലങ്ങൾ ഈ ജന്തർ മന്ദിറിലും പരിസരത്തും കാണിച്ചു കൂട്ടുന്നത്. നിലവിൽ നിരോധനാജ്ഞയാണ് ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും പോലീസിന് ആയിരക്കണക്കിന് പേരുടെ പേരിൽ കേസെടുക്കേണ്ടി വരും. പോലീസ് ഫോട്ടോഗ്രാഫർമാർ പല മേഖലകളിലെത്തി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയവരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഹൈ സെക്യൂരിറ്റി ഏരിയയാണ് ഈ ജന്തർ മന്ദിറിലൊക്കെ, അതായത് കേരള ഹൗസും ജന്തർ മന്ദിറിനൊക്കെ നിൽക്കുന്ന സ്ഥലം എന്നുള്ളത്. തൊട്ടടുത്ത് തന്നെ പാർലമെന്റ് മന്ദിരം നിൽക്കുന്നു, വലിയ മന്ത്രിമന്ദിരങ്ങൾ നിൽക്കുന്നു. ഒപ്പം തന്നെ ജഡ്ജിമാരുടെ ഭവനങ്ങൾ, ഔദ്യോഗിക വസതികൾ മറ്റും ഇവിടെ ഈ പരിസരത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള അല്ലെങ്കിൽ വലിയ സുരക്ഷ ഒരുക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ സുരക്ഷാ മേഖലയിൽ കൂടുതൽ നേരം ഇങ്ങനെ പ്രതിഷേധക്കാരെ ഒരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ ഇങ്ങനെ നിർത്തുന്നത് അത് മറ്റൊരു തരത്തിൽ വലിയ സുരക്ഷാ ഭീഷണിക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ഒരു വിഷയത്തിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയേ മതിയാകൂ. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളുമായി നടത്തുന്നതൊക്കെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ഈ സമരത്തെ ഏത് രീതിയിൽ, അല്ലെങ്കിൽ സമരം എന്ന് വ്യാജേന ഈ ഡൽഹി ജന്തർമന്ദിറിൽ നടത്തുന്ന ഇത്തരം അക്രമങ്ങളെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ള കാര്യത്തിൽ ഡൽഹി പോലീസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കിടക്കത്തുള്ളൂ. അത്തരം ചർച്ചകൾ ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം ഇനി അത് വരും മണിക്കൂറുകളിലും തുടർന്നു കൊണ്ടുപോകുന്നത് അത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണികൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിമന്ദിരങ്ങളുണ്ട്, ജസ്റ്റിസുമാർ താമസിക്കുന്ന ഔദ്യോഗിക വസതികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവിടെ അതിന്റെ മുന്നിലൊക്കെ ഇപ്പം ഈ ഇത്തരത്തിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്ന അവസ്ഥയാണ്. ആ ജനക്കൂട്ടത്തെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അത് ഒരു ബലപ്രയോഗത്തിലൂടെയോ വലിയ ലാത്തി ചാർജിലൂടെയോ ഒഴിവാക്കിയാൽ സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഇവർ ഇരവാദം ഉയർത്തി രംഗത്തെത്തും. അത് മറ്റൊരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ മറ്റൊരു പ്രതിഷേധം എന്ന വ്യാജേന മറ്റൊരു അക്രമത്തിലേക്ക് ഇത് വഴിതെളിക്കുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇങ്ങനെ സംയമനം പാലിച്ചത്. അതെ, തീർച്ചയായും അനുമതിയില്ലാതെയാണ് ഇവരിന്ന് നിരോധനാജ്ഞ മറികടന്നുകൊണ്ട് പാറ്റ കൂട്ടം ഇന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ പോലീസിന്റെ കൃത്യമായ ഒരു സംയമനം എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. അത് തന്നെയാണ് ഇന്ന് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ എത്തിച്ചത്. ഈ പാറ്റാക്കൂട്ടത്തെ വളരെ സംയമനത്തോടുകൂടി നേരിടുകയായിരുന്നു ഡൽഹി പോലീസ്. എന്തായാലും ജന്തർ മന്ദറിലെ CJP സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാറ്റാക്കൂട്ടത്തെയും ജന്തർ മന്ദറിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്.